ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചു കിടക്കുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തറസൂലിന്റെ സന്തോഷമുള്ള നേരം മനസ്സിലാക്കി ആയിഷ ബീവി പറഞ്ഞു, നബിയെ, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നാലും. ആ സമയത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാഥനോട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, എൻ്റെ ആയിഷയുടെ ജീവിതത്തിൽ സംഭവിച്ചതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കും. ആ ഒരു പ്രാർത്ഥന കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് അവിടുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അവിടുത്തെ തല മടിയിലേക്ക് പൂഴ്ത്തി വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, നിനക്ക് ഇത്രമേൽ സന്തോഷമുണ്ടോ? അതേ നബിയെ, തങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ആ സമയത്ത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സമുദായം എങ്ങനെ സന്തോഷിക്കണം? ഞാൻ 5 വഖത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സമുദായത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ്. അവരെത്രമേൽ ആനന്ദിക്കണം ആയിഷ, അവരെത്രമേൽ സന്തോഷിക്കണം ആയിഷ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് വേണ്ടി അർദ്ധരാത്രികളിൽ തഹജ്ജുദ് നിസ്കരിച്ച് കാലിൽ നീര് വന്ന് വീർത്തിട്ടും നിസ്കരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പുണ്യ റസൂലിനെ നമുക്ക് ഓർക്കാം. ആ ഹബീബിന് സ്വലാത്ത് അല്ല, ആ ഹബീബിനോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ചേർക്കട്ടെ.